നല്ലൊരു ആക്ഷൻ എൻ്റർടൈനർ ഫിലിമായിട്ടാണ് ഫ്യൂരിയോസ ദ മാഡ് മാക്സ് സാഗ എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മാഡ് മാക്സ് സാഗയിലെ 5th ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ ഒരു മൂവി വരുന്നത്. 2015 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രീക്വലാണ് ഈ ഒരു സിനിമ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് മറ്റു മാഡ് മാക്സ് സിനിമകൾ കാണണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. സോ ആർക്ക് വേണമെങ്കിലും ഈ ഒരു സിനിമ ഡയറക്റ്റായിട്ട് പോയിട്ട് കാണാം. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മാഡ് മാക്സ് ഫ്യൂരി റോഡ് കാണുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു സിനിമ ആദ്യം ഇറക്കിയിട്ട് മാഡ് മാക്സ് ഫ്യൂരി റോഡ് ഇറക്കുന്നതായിരുന്നു ബെറ്റർ എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. 2015 മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരുപാട് ഫാൻസുകളുണ്ട്. കാരണം അതിൻ്റെ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും ഗംഭീരമായിരുന്നു. എനിക്ക് എന്തോ ഭാഗ്യത്തിന് ആ ഒരു സിനിമ തിയേറ്ററിൽ കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി. സോ ആ ഒരു സിനിമയിലുണ്ടായിരുന്ന ഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അതേപോലെയുള്ളൊരു സിനിമയാണ് നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയായിരിക്കും സമ്മാനിക്കാം. ഞാനും ഏറെക്കുറെ ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ പ്രതീക്ഷിച്ച് പോയതെങ്കിലും സിനിമ പോകെ എനിക്ക് മനസ്സിലായി ഈ ഒരു സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂരിയോസ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറിയാണ്. അത് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള അത്യാവശ്യത്തിനുള്ള നല്ല ആക്ഷൻ രംഗങ്ങളും ചേസ് സീനുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. സോ ഞാൻ നല്ല രീതിയിൽ ഈ ഒരു സിനിമ എൻജോയ് ചെയ്തു. സോ ഇത് കുറച്ചും കൂടി ഒരു ക്യാരക്ടർ സെൻട്രിക് ആയിട്ടുള്ളൊരു മൂവിയാണ്. സോ നിങ്ങൾക്ക് മാഡ് മാക്സ് എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസീനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നുള്ളതാണ് തോന്നുന്നത്. ഫ്യൂരി റോഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ലെവലില്ലേ സിനിമ എന്ന് കരുതി ആരും കാണാതിരിക്കരുത്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഈ സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂരിയോസ ഗ്രീൻലാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവിടെ നിന്ന് തന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പലരിലൂടെയും തൻ്റെ ജേണി പോയി ലാസ്റ്റ് നമ്മൾ ഫ്യൂരി റോഡിൽ കാണുന്ന ഫ്യൂരിയോസ ആയിട്ട് മാറുന്നു എന്നുള്ള ആ ഒരു ജേണിയാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങൾ ആൾ ലേൺ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ആൾ എക്സ്പീരിയൻസ് ചെയ്തു, എന്തൊക്കെ സ്ട്രഗിളിലൂടെയാണ് ആൾ പോയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സിനിമയിലൂടെ സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു വേഷം എന്നാ ടൈലർ കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ തൻ്റെ അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം കാര്യങ്ങൾ, അപ്പോൾ ആ ഒരു വെഞ്ചൻസ് എന്താണ്, ആ ഡിറ്റർമിനേഷൻ എന്താണ്, അതൊക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്തുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു ക്യാരക്ടർ സെൻട്രിക് ആയിട്ടൊരു മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓൾസോ ആൻറ്റഗോണിസ്റ്റായിട്ട് വരുന്നുണ്ടായിരുന്ന നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് നമ്മുടെ തോറിലും ഒക്കെയുള്ള ആ ഒരു ക്യാരക്ടർ നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ ഡിഫറെൻറ്റ് ലുക്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും സൗണ്ട് മോഡുലേഷൻ ആണെന്നുണ്ടെങ്കിൽ വേറൊരു മോഡിലാണ് ക്രിസ് ഹെംസ്വർത്ത് ചെയ്തിരിക്കുന്നത്. ആ ഒരു റോളും കിഡിലനായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫ്യൂരി റോഡിൽ കണ്ടിട്ടുണ്ടായിരുന്ന പല ക്യാരക്ടേഴ്സ് ഇമോർട്ടൻ ജോ ഒക്കെ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു സിനിമയിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളെയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ പല സ്ഥലങ്ങൾ, ഇപ്പോൾ സിറ്റഡൽ ആണെങ്കിലും അല്ലെങ്കിൽ ബുള്ളറ്റ് ഫാം എന്താണെന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ഒരു സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നല്ല രസകരമായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇൻ്റർവെല്ല് അല്ലെങ്കിൽ സിനിമയുടെ മിഡിൽ വരുന്ന ഒരു വാറിക് സീൻ ഉണ്ട്. അത് കിഡിലനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സീൻ. ആ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യമുള്ള ആക്ഷനുകളും കാര്യങ്ങളും ഞാൻ സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളൊരു മൈൻഡ് എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് കിട്ടി. പിന്നെ അതിനുശേഷം പ്രീ ക്ലൈമാക്സിലുള്ള നല്ല ഒരു രംഗങ്ങളും കാര്യങ്ങളും അവിടെയും. സോ നിങ്ങളൊരു മാഡ് മാക്സ് ഫ്യൂരി റോഡ് പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു സിനിമ ആ ലെവലില്ല എന്ന് കേട്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു സിനിമ കാണാതിരിക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇതൊരു നല്ല രീതിയിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു മൂവിയാണ്. കണ്ടു നോക്കണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ മാഡ് മാക്സ് സാഗയിൽ ഒരു സിനിമയും കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ധൈര്യമായിട്ട് പോയിട്ട് കാണാം. അതിനുശേഷം മാഡ് മാക്സ് ഫ്യൂരി റോഡ് നിങ്ങൾ കാണുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ ഞാൻ നല്ല രീതിയിൽ ഈ ഒരു സിനിമ എൻജോയ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും മാഡ് മാക്സ് ഫ്യൂരി റോഡിൻ്റെ ലെവലിലോട്ട് ഈ ഒരു സിനിമ ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നു. ബട്ട് ഇതൊരു ക്യാരക്ടർ സെൻട്രിക് ആയിട്ടുള്ള ഫ്യൂരിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിലിമാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു മൈൻഡിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ കിടിലനായിരിക്കും. സോ ആ ഒരു കാര്യത്തിന് ജോർജ് മില്ലർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന് വലിയൊരു കൈയടി അർഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വിഷൻ സമ്മതിക്കണം. എങ്ങനെ ഈ ഒരു ക്യാരക്ടർ എന്താണ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിൽ സൂപ്പറായിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ നല്ല രീതിയിൽ സിനിമ എൻജോയ് ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി എന്നുള്ളതാണ് സിനിമയെ പറ്റി പറയാനായിട്ടുള്ളത്. സോ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു കാണുമ്പോഴേക്കും ഗുഡ് ബൈ.